മോളിക്കുലർ സെപ്പറേഷൻ ടെക്നിക്കുമായി ബന്ധപ്പെട്ട് പദാർത്ഥങ്ങളുടെ സെപ്പറേഷൻ ഏത് രീതിയിലാണ് നടത്തുന്നത് എന്ന പാഠഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്രൊമാറ്റോഗ്രാഫി എന്ന ടെക്നിക്കാണ് പദാർത്ഥങ്ങളുടെ വേർതിരിക്കലിന് സഹായിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്താണ് ക്രൊമാറ്റോഗ്രാഫി എന്ന് നോക്കാം. Chromatography is an important biological technique that enables the separation, identification, and purification of components of a mixture of qualitative and quantitative analysis. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായി പദാർത്ഥങ്ങളെ വേർതിരിച്ച് കണ്ടുപിടിച്ച് അവയുടെ സ്വഭാവം, അവ ഏതാണ് തുടങ്ങിയവ ഒരു മിക്സ്ചറിൽ നിന്നും, അതായത് ഒരു സംയുക്തത്തിൽ നിന്നും വേർതിരിച്ച് എടുക്കുന്നതിനുള്ള ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ക്രൊമാറ്റോഗ്രാഫിയുടെ കണ്ടുപിടുത്തം 1901 നടക്കുന്നത്. മിഖായിൽ ട്വെറ്റ് എന്ന റഷ്യൻ ബൊട്ടാണിസ്റ്റാണ് ക്രൊമാറ്റോഗ്രാഫി എന്ന ടെക്നിക്ക് ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഹി യൂസ്ഡ് ദ ടെക്നിക് ടു സെപ്പറേറ്റ് വേരിയസ് പ്ലാന്റ് പിഗ്മെന്റ്സ് സച്ച് ആസ് ക്ലോറോഫിൽസ്, സാന്തോഫിൽസ് ആൻഡ് കരോട്ടിനോയിഡ്സ്. ആദ്യമായി മിഖായിൽ ടെസ്റ്റ് ക്ലോറോഫില്ലുകളും സാന്തോഫില്ലുകളും കരോട്ടിനോയിഡുകളും സെപ്പറേറ്റ് ചെയ്യാൻ, വേർതിരിച്ചെടുക്കാനായിട്ടാണ് ക്രൊമാറ്റോഗ്രാഫി എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. The first analytical use of chromatography was described by James and Martin in 1952 for the use of gas chromatography for the analysis of fatty acid mixtures. അതിനുശേഷം 1952 ജെയിംസ്, മാർട്ടിൻ എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫി എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് ഫാറ്റി ആസിഡുകളിൽ നിന്നുള്ള മിക്സ്ചറുകളെ വേർതിരിച്ചെടുക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും അതിൻ്റെ അനലിറ്റിക്കൽ യൂസ്, നമുക്ക് ലാബുകളിൽ ഉപയോഗിക്കാനുള്ള യൂസിനെ കുറിച്ച് ആദ്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ഇറ്റ് ഈസ് എ പവർഫുൾ സെപ്പറേഷൻ ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓൾ ബ്രാഞ്ചസ് ഓഫ് സയൻസ് ആൻഡ് ഈസ് ഓഫൺ ദ ഓൺലി മീൻസ് ഓഫ് സെപ്പറേറ്റിംഗ് കമ്പോണൻസ് ഫ്രം കോംപ്ലക്സ് മിക്സ്ചേഴ്സ്. ക്രൊമാറ്റോഗ്രാഫിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പവർഫുൾ സെപ്പറേഷൻ ടൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സയൻസിലും ഒരു കോംപ്ലക്സ് മിക്സ്ചറിൽ നിന്നും, അതായത് ഒരുപാട് പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സംയുക്തത്തിൽ നിന്നും ഓരോ പദാർത്ഥത്തെയും വേർതിരിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ക്രൊമാറ്റോഗ്രാഫിയുടെ പ്രിൻസിപ്പിൾ നോക്കാം. Chromatography is based on the principle where molecules in a mixture applied onto the surface or into the solid and fluid stationary phase, that is stable phase, is separating from each other while moving with the aid of mobile phase. ഒരു മൊബൈൽ ഫേസിൽ സ്റ്റേഷനറി ആയിരിക്കുന്ന ഒരു സോളിഡ് ഫേസിലാണ് പദാർത്ഥങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. The factors effective on this separation process include molecular characteristics related to adsorption, partition, and affinity of different among their molecular weights. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ക്രൊമാറ്റോഗ്രാഫിക്കുള്ളത്. ഒന്ന്, പദാർത്ഥങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോൾവെന്റ് അല്ലെങ്കിൽ ഒരു സോളിഡായിട്ടുള്ള അല്ലെങ്കിൽ മൂവ് ചെയ്യാത്ത ഭാഗം. രണ്ടാമത്തത് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞത് സാധാരണയായിട്ട് ഇതൊരു പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ്, അതായത് മൂവ് ചെയ്യാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഭാഗത്തെയാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേപ്പർ ഒരു ദ്രാവകത്തിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ആ ദ്രാവകം പേപ്പറിലൂടെ മുകളിലേക്ക് കയറും. ഇങ്ങനെ കയറാനുള്ള സാധ്യത എന്ന് പറയുന്നത് പേപ്പറിൽ ഉള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഭാഗത്തുള്ള സുഷിരങ്ങളാണ് അല്ലെങ്കിൽ ട്യൂബുകളാണ്. അപ്പോൾ ഇവിടെ കാപ്പില്ലറി ഫോഴ്സ് എന്ന ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ദ്രാവകം മുകളിലേക്ക് കയറും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ദ്രാവകത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ധാരാളം ചെറിയ കുഴലുകൾ അല്ലെങ്കിൽ ട്യൂബുകളുള്ള ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് കാപ്പില്ലറി ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്നു.
ഇങ്ങനെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഒരു ദ്രാവകം സഞ്ചരിക്കുമ്പോൾ ദ്രാവകത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അത് ലയിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളും ഇതിലൂടെ മുകളിലേക്ക് കയറുന്നു. ഇങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ ലയിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അഡ്സോർഷൻ, അതായത് അതിനെ പറ്റിപ്പിടിക്കാനുള്ള കഴിവ്, അതിൻ്റെ ഭാരം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലായിരിക്കും പദാർത്ഥങ്ങൾ മുകളിലേക്ക് സഞ്ചരിക്കുക. അപ്പോൾ ഇങ്ങനെ കാപ്പിലറി ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങൾ ഒരു സ്റ്റേഷനറി ഫേസ്, അതായത് ധാരാളം ചെറിയ ട്യൂബുകളുള്ള, ദ്വാരങ്ങൾ, സുഷിരങ്ങളുള്ള ഒരു സ്റ്റേഷനറി ഫേസിലൂടെ ദ്രാവകം മുകളിലേക്ക് കയറുമ്പോൾ ആ ദ്രാവകത്തിൽ ലയിച്ചിരിക്കുന്ന, മിക്സ് ചെയ്തിരിക്കുന്ന പദാർത്ഥങ്ങൾ, അതിന് ഒട്ടിപ്പിടിക്കാനുള്ള കഴിവ്, അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ്, അതിൻ്റെ അഫിനിറ്റി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഈ സോളിഡ് ഫേസിലൂടെ മുകളിലേക്ക് കയറുകയും പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരം പദാർത്ഥങ്ങൾ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ക്രൊമറ്റോഗ്രാഫി എന്ന ടെക്നിക്കിൻ്റെ പ്രിൻസിപ്പിൾ, അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദീസ് ഡിഫറൻസസ്, some components of the mixture stay longer in the stationary phase and they move slowly in the chromatographic system, while others pass rapidly into the mobile phase and leaves the system faster. ഇങ്ങനെ പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അവയുടെ മോളിക്കുലാർ മാസ്, അതിൻ്റെ അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ എന്നീ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പദാർത്ഥങ്ങൾ വളരെ സാവധാനത്തിൽ ഒരു സ്റ്റേഷനറി ഫേസിലൂടെ മൂവ് ചെയ്യുകയും അത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ വരെ അല്ലെങ്കിൽ ചില പ്രത്യേക ലെവലിൽ വരെ എത്തിച്ചേർന്ന് അവിടെ ദീർഘനേരം സ്റ്റേ ചെയ്യുകയും അല്ലെങ്കിൽ അവിടെ ദീർഘനേരം അഡ്സോർബ് ചെയ്ത്, അതായത് ഒട്ടിപ്പിടിച്ചിരിക്കുകയും മറ്റു പദാർത്ഥങ്ങൾ വളരെ വേഗത്തിൽ മുകളിലേക്ക് സഞ്ചരിച്ച് അടുത്ത ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെ പദാർത്ഥങ്ങളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേഷനറി ഫേസിലൂടെ അത് മുകളിലേക്ക് സഞ്ചരിക്കുകയും അത് എവിടെ വരെ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ എവിടെ വരെ എത്തിച്ചേരാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിച്ചേർന്ന് അവിടെ ഒരു പ്രത്യേക സ്ഥലത്തായിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഭാഗത്തായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 3 components thus form the basic of chromatographic techniques. പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണ് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സിന് ആവശ്യമായിട്ട് വേണ്ടിവരിക. ഒന്നാമത്തത് സ്റ്റേഷനറി ഫേസ്. ദിസ് ഫേസ് ഈസ് ഓൾവേസ് കമ്പോസ്ഡ് ഓഫ് എ സോളിഡ് ഫേസ് or a layer of liquid adsorbed on the surface of solid support. സാധാരണയായിട്ട് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി ഫേസ് ആണ്. അതായത് പദാർത്ഥങ്ങളെ മുകളിലേക്ക് കടത്തിക്കൊണ്ട് പോകാനായിട്ട് ധാരാളം സുഷിരങ്ങളുള്ള, ഇതിപ്പോൾ ഒരു ക്രൊമാറ്റോഗ്രാഫി, പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. കാപ്പിലറി ട്യൂബുകളുള്ള ഒരു സ്റ്റേഷനറി ഫേസ് ആയിരിക്കും ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ലിക്വിഡ് അബ്സോർബ് ചെയ്യുന്ന ഒരു ഫേസോ അല്ലെങ്കിൽ ഗ്യാസ് അബ്സോർബ് ചെയ്യുന്ന ഒരു ഫേസോ ആയിരിക്കാം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മൊബൈൽ ഫേസ് ആണ്. ദിസ് ഫേസ് ഈസ് ഓൾവേസ് കമ്പോസ്ഡ് ഓഫ് ലിക്വിഡ് ഓർ എ ഗേഷ്യസ് കമ്പോണൻറ്റ്. ഒന്നുകിൽ മൊബൈൽ ഫേസ്, മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പദാർത്ഥങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മിക്സറാണ്, ഒരു സോൾവെൻ്റ് ആണ്, ഒരു സൊല്യൂഷൻ ആണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ഇത് ഈ സോളിഡ് ഫേസിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫേസ് ആയതുകൊണ്ടാണ് ഈ ലിക്വിഡിനെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് സെപ്പറേറ്റഡ് മോളിക്യൂൾസ്. ദ ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേഷനറി ഫേസ്, മൊബൈൽ ഫേസ്, ദ സബ്സ്റ്റൻസസ് കണ്ടെയ്ൻഡ് ഇൻ ദ മിക്സർ ഈസ് ദ ബേസിക് കമ്പോണൻറ്റ് എഫക്റ്റീവ് ഓഫ് ദ സെപ്പറേഷൻ മോളിക്യൂൾ ഓഫ് ഈച്ച് അതർ. ഇനി എങ്ങനെയാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത് നോക്കാം. ഈ പദാർത്ഥങ്ങളുടെ സ്റ്റേഷനറി ഫേസിലുള്ള പദാർത്ഥങ്ങളെ നമ്മൾ വേർതിരിച്ച് അറിയാൻ കഴിയുന്നത് ആ ഓരോ പദാർത്ഥത്തിൻ്റെയും സ്വഭാവം അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ്, അതിൻ്റെ അഡ്സോർഷൻ റേറ്റ്, റിറ്റൻഷൻ ടൈം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റഡ് മോളിക്യൂൾസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ കഴിയും. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഒരു ക്രൊമാറ്റോഗ്രാഫിക്കുള്ളത്. ഒന്നാമത്തത് ഒരു സ്റ്റേഷനറി ഫേസ്, അതൊരു പദാർത്ഥങ്ങളെ ക്യാരി ചെയ്യാൻ കഴിവുള്ള ഒരു ഭാഗമായിരിക്കും സ്റ്റേഷനറി ഫേസ്. രണ്ടാമത്തത് പ്രധാനപ്പെട്ട ക്രൊമാറ്റോഗ്രാഫിക് സിസ്റ്റത്തിലെ ഭാഗം മൊബൈൽ ഫേസ് ആണ്.
അതായത് ഏത് പദാർത്ഥങ്ങളെയാണോ വേർതിരിച്ചെടുക്കേണ്ടത് ആ പദാർത്ഥങ്ങൾ ലയിപ്പിച്ചിരിക്കുന്ന ഒരു ലിക്വിഡോ അല്ലെങ്കിൽ ഒരു ഗേഷ്യസോ ആയിട്ടുള്ള ഒരു മിക്സർ ആയിരിക്കും മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വേർതിരിക്കപ്പെടുന്ന കമ്പോണൻസ് അടങ്ങിയ ഭാഗമാണ്. പദാർത്ഥങ്ങൾ, അവയുടെ ഡെൻസിറ്റി, അവയുടെ അഡ്സോർഷൻ, അവയുടെ റെസ്റ്റിംഗ്, അതായത് നിലനിൽക്കാൻ എത്രത്തോളം ഹോൾഡിംഗ് ടൈം, എത്രത്തോളം അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന ഭാഗം എന്നിവയാണ് ഒരു ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കിൻ്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ക്രൊമാറ്റോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് RF വാല്യൂ. RF വാല്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം റിറ്റൻഷൻ ഫാക്ടർ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ഇൻ ക്രൊമാറ്റോഗ്രാഫി ഓർ ദ ഡിസ്റ്റൻസ് ഫ്ലൂയിഡ് കമ്പോണൻറ്റ് മൂവ്സ് ഓഫ് എ പ്ലേറ്റ് ഓഫ് ക്രൊമാറ്റോഗ്രാഫി. അതായത് ഒരു മിക്സറിൽ നിന്നും പദാർത്ഥങ്ങൾ എത്ര ദൂരത്തിൽ, എത്ര അളവിൽ ട്രാവൽ ചെയ്തു എന്നല്ലെങ്കിൽ എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം എത്തിച്ചേർന്നു എന്നതിനെയാണ് റിട്ടൻഷൻ ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഫോർ ഈച്ച് പർട്ടിക്കുലർ സോൾവെന്റ് all components have a common RF value and RF values are used to equate unknown sample with known compounds. ഇവിടെ അടിസ്ഥാനപരമായിട്ട് എല്ലാ പദാർത്ഥങ്ങൾക്കും RF വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ പദാർത്ഥത്തിനും ഓരോ RF വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു മിക്സ്ചറിൽ നിന്നും RF വാല്യൂ അറിയാവുന്ന ഒരു കോമ്പൗണ്ടിനെ അറിയാത്ത ഒരു കോമ്പൗണ്ടിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ എളുപ്പമാണ് RF വാല്യൂ ഉപയോഗിച്ച്. RF വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. RF ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ കോമ്പോണൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സോൾവെൻറ്റ്. അതായത് RF വാല്യൂ എന്ന് പറയുന്നത് ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്ന, അതായത് സോൾവെൻറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ സോൾവെൻ്റ് ഒരു സിസ്റ്റത്തിൽ സോൾവെൻ്റ് അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പേപ്പർ ഇറക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ സോളിഡ് ഫേസ് ഇറക്കി വെച്ചിരിക്കുന്ന ഭാഗമാണ്. ഇവിടെ നിന്നും ഒരു കമ്പോണൻറ്റ് ട്രാവൽ ചെയ്ത ദൂരം ഡിവൈഡഡ് ബൈ സോൾവെൻ്റ് ട്രാവൽ ചെയ്ത ദൂരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഒരു ലിക്വിഡ് കണ്ടീഷനിലേക്ക് ഒരു പേപ്പർ ഇറക്കി വെച്ചാൽ ആ പേപ്പറിനകത്തേക്ക് വെള്ളം അല്ലെങ്കിൽ ആ ലിക്വിഡ് മുകളിലേക്ക് കയറി അതിൻ്റെ എത്താൻ പറ്റുന്ന ലെവലിൽ വരെ എത്തും. അപ്പം വെള്ളം മുകളിലേക്ക് എത്തിയിരിക്കുന്ന ആ സ്ഥലത്തെയാണെങ്കിൽ ആ ഏരിയയാണ് നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സോൾവെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സോൾവെൻ്റ് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ആ സോൾവെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോണൻറ്റ് ട്രാവൽ ചെയ്ത ദൂരമാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കോമ്പോണൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സോൾവെൻറ്റ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇനി ക്രൊമാറ്റോഗ്രാഫി ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ക്രൊമാറ്റോഗ്രാഫിക് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തത് അഡ്സോർഷൻ ക്രൊമാറ്റോഗ്രാഫി, രണ്ടാമത്തത് കോളം ക്രൊമാറ്റോഗ്രാഫി, മൂന്നാമത്തത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി, 4 അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫി. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, adsorption chromatography. In the process of adsorption chromatography, different components are adsorbed on the adsorbent to different degrees based on adsorptivity of the component. Here, also a mobile phase is made to move over a stationary phase, thus carrying the components with higher adsorptivity to a lower distance by that with a lower absorptivity. ഇവിടെ അഡ്സോർഷൻ എന്ന ടെക്നിക്കാണ് അഡ്സോർഷൻ ക്രൊമാറ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുക. അതായത് ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറിൽ പദാർത്ഥങ്ങളെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്റ്റേഷനറി ഫേസ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ പദാർത്ഥങ്ങളെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള സ്റ്റേഷനറി ഫേസിലേക്ക്
ഒരു മിക്സർ കടത്തിവിടുമ്പോൾ ആ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള പല ഭാഗങ്ങളിലായിട്ട് അബ്സോർബൻസ് കഴിവ് പദാർത്ഥങ്ങളുടെ അബ്സോർബൻസ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നു? മിക്സറിലുള്ള പദാർത്ഥങ്ങൾ അബ്സോർബ് ചെയ്യപ്പെടുന്നു. അവിടെ അബ്സോർഷനാണ് നടക്കുക. അപ്പോൾ അബ്സോർഷൻ ക്രൊമറ്റോഗ്രാഫിയിൽ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഈസ് ടു മൂവ് ഓവർ എ സ്റ്റേഷനറി ഫേസ്. ഒരു സ്റ്റേഷനറി ഫേസിലൂടെ ആണ് മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നത്. ക്യാരിങ് ദ കമ്പോണൻസ് വിത്ത് ഹയർ അബ്സോർപ്റ്റിവിറ്റി ടു ലോവർ ഡിസ്റ്റൻസ് ദാറ്റ് വിത്ത് ലോവർ അബ്സോർപ്റ്റിവിറ്റി. ഇവിടെ ഒരു സ്റ്റേഷനറി ഫേസിലൂടെ പദാർത്ഥങ്ങളെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്റ്റേഷനറി ഫേസിന് മുകളിലൂടെ ഒരു മിക്സർ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അബ്സോർപ്റ്റിവിറ്റിയുള്ള പദാർത്ഥങ്ങൾ ആദ്യം അബ്സോർബ് ചെയ്യപ്പെടുകയും അബ്സോർപ്റ്റിവിറ്റി കുറഞ്ഞ പദാർത്ഥങ്ങൾ തൊട്ടു താഴെയായിട്ട് എന്ന ലെവലിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് അബ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രാഫി എന്ന ടെക്നിക്കിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോളം ക്രൊമറ്റോഗ്രാഫിയാണ്. The technique used to separate components of a mixer using columns of suitable adsorbent packed in glass tube. The mixer is placed on the top of the column and an appropriate eluent is made to flow down the column slowly. ഇവിടെ അഡ്സോർഷൻ ക്രൊമറ്റോഗ്രാഫിയെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ക്രൊമറ്റോഗ്രാഫിക് ടെക്നിക്കാണ് കോളം ക്രൊമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. സ്യൂട്ടബിൾ അഡ്സോർബൻറ്റ്, അതായത് പദാർത്ഥങ്ങളെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള അഡ്സോർബൻറ്റുകൾ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബിലൂടെ മിക്സർ, അതായത് പല കോമ്പോണൻസ് അടങ്ങിയിട്ട് അല്ലെങ്കിൽ പല പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മിക്സർ കടത്തിവിടുകയും ആ മിക്സർ ട്രാവൽ ചെയ്യുന്നത് താഴേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാവൽ ചെയ്യുന്ന ഈ സമയത്ത് പല അഡ്സോർബൻറ്റുകൾ, അതായത് ഓരോ മോളിക്യൂളിനെയും അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള പല അഡ്സോർബൻറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഷനറി ഫേസ് ഈ ഗ്ലാസ് ട്യൂബിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് അഡ്സോർബൻറ്റുമായിട്ട് അഫിനിറ്റിയുള്ള പദാർത്ഥങ്ങൾ അതത് ഏരിയയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അബ്സോർബൻസ് കാണിക്കുന്ന പദാർത്ഥങ്ങൾ ആദ്യം, അതിന് തൊട്ട് താഴെയായിട്ട് അടുത്ത എന്ന നിലയിൽ നമുക്ക് പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന അഡ്സോർഷൻ ക്രൊമാറ്റോഗ്രാഫി ടെക്നിക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കോളം ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് adsorption of the components on the wall absorbed column, the separation of the components takes place. അപ്പം ഇവിടെ അഡ്സോർബൻ്റ് ക്രൊമറ്റോഗ്രാഫിയിൽ അഡ്സോർബൻ്റ് കോളം നമുക്ക് ലഭിക്കും. The components with the highest absorptivity is relevant at the top while the lower down the different regions accordingly. അപ്പോൾ അബ്സോർഷൻ ക്രൊമറ്റോഗ്രാഫിയിലെ പോലെ തന്നെ അഡ്സോർഷൻ കൂടിയ, അതായത് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാൻ നുള്ള കഴിവുള്ള അല്ലെങ്കിൽ അഫിനിറ്റി ഉള്ള പദാർത്ഥങ്ങൾ ഒരു കോളമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് രൂപപ്പെടുക അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിൽ അത് അബ്സോർബ് ചെയ്യപ്പെടുകയും അതിന് തൊട്ട് താഴെയുള്ള ഏരിയയിൽ അടുത്ത മിക്സറിൽ നിന്നുള്ള കമ്പോണൻസ്, അതിന് തൊട്ട് താഴെ അടുത്ത കമ്പോണൻസ്, ഇങ്ങനെ പല പല കോളമായിട്ട് നമുക്ക് ഒരു ട്യൂബിൽ, ഗ്ലാസ് ട്യൂബിൽ ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയും. ഇതാണ് കോളം ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അടുത്തത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. In this process, a continuous differential partitioning of components of a mixer into a stationary phase and mobile phase takes place. അതായത് പദാർത്ഥങ്ങളെ ഡിഫറൻഷ്യലായിട്ട് പല ഏരിയയിലായിട്ട് ഒരു സ്റ്റേഷനറി ഫേസിൽ വേർതിരിച്ചെടുക്കുന്ന ടെക്നിക്കിനെയാണ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഒരു മിക്സറിൽ അടങ്ങിയിരിക്കുന്ന ഒന്നിലധികം പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ കമ്പോണൻസുകളെ ഒരു സ്റ്റേഷനറി ഫേസിൻ്റെ സഹായത്താൽ പല ഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല പാർട്ടായിട്ട്, ഓരോന്നും ഓരോ ഭാഗമായിട്ട്, ഓരോ പാർട്ടായിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ പദാർത്ഥങ്ങളും ഓരോന്നായി വേർതിരിച്ച് കണ്ടുപിടിക്കാൻ
ഈ ക്രൊമാറ്റോഗ്രാഫിയിൽ സാധിക്കും. ദ എക്സാമ്പിൾ ഓഫ് പാർട്ടീഷൻ ക്രൊമാറ്റ ക്യാൻ ബി സീൻ ഇൻ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി. പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയാണ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം. ഇൻ ദിസ് പ്രോസസ് ക്രൊമാറ്റോഗ്രാഫിക് പേപ്പർ ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റേഷനറി ഫേസ് which is suspended in a mixture of solvents that act as mobile phase. ഇവിടെ ക്രൊമാറ്റോഗ്രാഫിയിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു സോൾവെൻറ്റിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒരു പേപ്പർ ആയിരിക്കും, ക്രൊമാറ്റോഗ്രാഫിക് പേപ്പർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്ന ഈ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം അത് ക്യാപ്പിലറീസ്, ധാരാളം ചെറിയ സുഷിരങ്ങളുള്ള അല്ലെങ്കിൽ ക്യാപ്പിലറി ട്യൂബുകളുള്ളതാണ്. ഇത് ക്യാപ്പിലറി ഫോഴ്സ് വഴി സോൾവെൻറ്റ് മുകളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ മുകളിലേക്ക് കടന്നു പോകുന്ന സോൾവെൻറ്റിലൂടെ അല്ലെങ്കിൽ ദ്രാവകത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഈ ക്യാപ്പിലറി ഫോഴ്സ് വഴി മുകളിലേക്ക് സഞ്ചരിക്കുകയും അതിൻ്റെ റീടെൻഷൻ കപ്പാസിറ്റി, അതിനെ പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് ഓരോന്നും ഓരോ സ്ഥലങ്ങളിൽ റീറ്റെയിൻ ചെയ്യുകയും അങ്ങനെ മിക്സ്ചറിൽ നിന്നും ഓരോ പദാർത്ഥങ്ങളെയും വ്യത്യസ്ത ലെവലിൽ പാർട്ട് ചെയ്ത് അല്ലെങ്കിൽ വേർപെടുത്തി എടുക്കാൻ നമുക്ക് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിയിൽ സാധിക്കും. Here we put a spot on the base of chromatographic paper with the mixture to be separated and the solvent rise up this paper. The components are carried to different degrees depending upon their retention on the paper. ഇവിടെ നമ്മൾ പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയിൽ അല്ലെങ്കിൽ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിയിൽ ചെയ്യുന്നത് ഒരു വാട്ടർ എന്ന് പറയുന്ന സോൾവെൻ്റ് അല്ലെങ്കിൽ വാട്ടറിനകത്തേക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ക്രൊമാറ്റോഗ്രാഫിയുടെ മുകൾ ഭാഗത്തേക്ക് ഏത് പദാർത്ഥം ആണോ നമ്മൾ വേർതിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് മിക്സറാണോ വേർതിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മിക്സർ ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് സ്പോട്ട് ചെയ്ത് അല്ലെങ്കിൽ കടത്തി വെക്കുകയും വെള്ളം മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ നമ്മൾ സ്പോട്ട് ചെയ്ത അല്ലെങ്കിൽ ഘടിപ്പിച്ചു വെച്ച അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ച മിക്സർ ഈ വാട്ടർ മോളിക്യൂളിനോടൊപ്പം സഞ്ചരിക്കുകയും പദാർത്ഥങ്ങൾ അതിൻ്റെ റീടെൻഷൻ കപ്പാസിറ്റി അനുസരിച്ച് പല ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കപ്പെടുകയും ചെയ്യുന്നു. ദ കമ്പോണൻസ് ആർ ദസ് സെപ്പറേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. അങ്ങനെ വെള്ളം മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ നമ്മൾ സ്പോട്ട് ചെയ്ത് കൊടുത്ത, അതായത് ഇവിടെ നമ്മൾ വെച്ചു കൊടുത്ത മിക്സറിലുള്ള കമ്പോണൻസ് പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, കേന്ദ്രീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നു. ഇനി അടുത്തത് അല്ലെങ്കിൽ അവസാനത്തത് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫി എന്നതാണ്. അയൺ എക്സ്ചേഞ്ച് പ്രധാനമായിട്ടും അയോണുകൾ, പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളുമാണ് ഉള്ളത്, അല്ലെങ്കിൽ ചാർജുകൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണുള്ളത്. അപ്പോൾ ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചാർജുകളുള്ള പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ വേർതിരിച്ചെടുക്കുന്ന ടെക്നിക്കിനെയാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുക. അതിൻ്റെ ബേസിക് അടിസ്ഥാന തത്വം ഓർത്തിരിക്കുക. പദാർത്ഥങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ചാർജുകളുണ്ട്. ഒന്ന് പോസിറ്റീവ് ചാർജ് എന്നും രണ്ടാമത്തത് നെഗറ്റീവ് ചാർജ് എന്നും. അപ്പോൾ പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള പദാർത്ഥങ്ങളെ നെഗറ്റീവ് ചാർജ് ഉപയോഗിച്ച് അട്രാക്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. നെഗറ്റീവ് ചാർജുള്ള പദാർത്ഥങ്ങളെ പോസിറ്റീവ് ചാർജുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോളിഡ് ഫേസ് ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കുന്നു എന്നതാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫിയിലെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് ചാർജുകളുടെ നെഗറ്റീവ് ചാർജുള്ള ഒരു മോളിക്യൂളാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സോളിഡ് ഫേസിൽ പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഭാഗം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടാകും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇത്തരം നെഗറ്റീവ് ചാർജുള്ള പദാർത്ഥങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയും അതിൻ്റെ ഒരു ക്ലൗഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടം അത്രയും ഭാഗത്ത് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫി ഓർ അയൺ ക്രൊമാറ്റോഗ്രാഫി is a process that allows the separation of ions and polar molecules based on their affinity to ion exchange. അതായത് പദാർത്ഥങ്ങൾക്ക് നെഗറ്റീവ് പോസിറ്റീവ് ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ അട്രാക്റ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടാൻ ഉള്ള കഴിവ്
ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി വർക്ക് ചെയ്യുന്നത്. ഇൻ ദിസ് പ്രോസസ് 2 types of exchanges, that is cationic and anionic exchanges can be used. 2 തരത്തിലുള്ള എക്സ്ചേഞ്ചേഴ്സ് ആണുള്ളത്. ആനയോണിക്കും കാറ്റയോണിക് എക്സ്ചേഞ്ചേഴ്സ് ആണ് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് നോക്കാം. കാറ്റയോണിക് എക്സ്ചേഞ്ചേഴ്സ് possess negatively charged group and these will attract positively charged cations. കാറ്റയോണിക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് കാറ്റയോണുകൾക്ക് നെഗറ്റീവ് ചാർജാണുള്ളത്. നെഗറ്റീവ് ചാർജുള്ള കാറ്റയോണുകൾ പോസിറ്റീവ് ചാർജുള്ള പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ കാറ്റയോണുകളെ എന്ത് ചെയ്യപ്പെടുന്നു? അട്രാക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അവ തമ്മിൽ ആയിരിക്കും അവിടെ എക്സ്ചേഞ്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ അവ തമ്മിലായിരിക്കും അവിടെ കൂടിക്കലരുകൾ ഉണ്ടായിരിക്കുക. ദീസ് എക്സ്ചേഞ്ചേഴ്സ് ആർ ഓൾസോ കാൾഡ് അസിഡിക് അയോൺ എക്സ്ചേഞ്ച്. ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഭാഗം പോസിറ്റീവ് ചാർജുള്ള പദാർത്ഥങ്ങളെ അട്രാക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതുമായിട്ട് ബോണ്ടിങ് നടത്തുന്നതിനെ അസിഡിക് അയോൺ എക്സ്ചേഞ്ച് എന്നാണ് പറയുക. ബിക്കോസ് ദെയർ നെഗറ്റീവ് ചാർജസ് റിസൾട്ട് ഫ്രം ദ അയോണൈസേഷൻ ഓഫ് ആസിഡിക് ഗ്രൂപ്പ്. അവിടെ ആസിഡിക് ഗ്രൂപ്പിൻ്റെ അയണൈസേഷൻ വഴിയാണ് ഇവിടെ എക്സ്ചേഞ്ചേഴ്സിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ അസിഡിക് അയോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ആനയോണിക് എക്സ്ചേഞ്ചേഴ്സ് ഹാവ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഗ്രൂപ്പ്സ് ദാറ്റ് വിൽ അട്രാക്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. അതായത് ഒരു മിക്സറിൽ അടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള പദാർത്ഥങ്ങളെ അട്രാക്ട് ചെയ്യുന്ന എക്സ്ചേഞ്ചേഴ്സിനെയാണ് ആനയോണിക് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അവയ്ക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിനെ ബൈൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ദീസ് ആർ ഓൾസോ കാൾഡ് ബേസിക് അയോൺ എക്സ്ചേഞ്ച് മെറ്റീരിയൽസ്. അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി ഈസ് പെർഫോംഡ് ഇൻ ദ ഫോം ഓഫ് കോളം ക്രോമറ്റോഗ്രാഫി. കോളം ക്രോമറ്റോഗ്രാഫിയിൽ കണ്ടതുപോലെ, അതായത് ഒരു ട്യൂബിനകത്തേക്ക് അയോണുകൾ, അതായത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളും നെഗറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ ആനയോണിക് കാറ്റയോണിക് എക്സ്ചേഞ്ചേഴ്സ് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കോളത്തിനകത്തേക്ക് നെഗറ്റീവ് ചാർജുള്ളതും പോസിറ്റീവ് ചാർജുള്ളതുമായിട്ടുള്ള മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഒരു മിക്സർ കടത്തിവിടുകയും അതിനുള്ളിലെ അനയോണിക് എക്സ്ചേഞ്ചുകളും കാറ്റയോണിക് എക്സ്ചേഞ്ചുകളും പദാർത്ഥങ്ങളുടെ, അതായത് മിക്സ്ചറിൻ്റെ ചാർജ് അനുസരിച്ച്, നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് അനുസരിച്ച് പദാർത്ഥങ്ങളെ അട്രാക്ട് ചെയ്യുകയും അട്രാക്ട് ചെയ്യുന്ന ഭാഗം ഒരു ക്ലൗഡായിട്ട് രൂപപ്പെടുകയും ആ ക്ലൗഡ് ഒരു പ്രത്യേക ചാർജ് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പദാർത്ഥങ്ങളെ ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. എൻ്റെ പ്രിൻസിപ്പിൾ നോക്കുക. ദ ക്രോമറ്റോഗ്രാഫി ഡിപ്പെൻഡ് ഓൺ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സ്റ്റേഷനറി ഫേസ് നോൺ ആസ് അയൺ എക്സ്ചേഞ്ചർ ആൻഡ് അനലൈറ്റ്. ഇതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഒരു കോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ കോളം ക്രോമറ്റോഗ്രാഫി, ഇവിടെ ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറാണ് കോളം ക്രോമറ്റോഗ്രാഫി വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഫേസ് ആയിരിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സർ പോസിറ്റീവ് ചാർജ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന കോളം നെഗറ്റീവ് ചാർജുള്ള കോളമായിരിക്കും. അതായിരിക്കും അതിൻ്റെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. The ion exchangers contain charged group collectively linked to the surface of insoluble matrix. അയൺ എക്സ്ചേഞ്ചിനകത്ത് ചാർജ്ഡ് ഗ്രൂപ്പ്, അതായത് പോസിറ്റീവോ നെഗറ്റീവോ ചാർജുള്ള ഗ്രൂപ്പ് ഉണ്ടാകും. അതല്ലെങ്കിൽ ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാകും. അതിനെ ചാർജ്ഡ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ദിസ് കോവാലൻ്റ്ലി ലിങ്ക്ഡ്, അത് കോവാലൻ്റ് ബോണ്ട് വഴി എന്ത് ചെയ്യും? മിക്സറിലുള്ള ഓപ്പോസിറ്റ് ചാർജുമായി ലിങ്ക് ചെയ്യും. The charged group of the matrix can be positively or negatively charged. ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതോ നെഗറ്റീവ് ചാർജ് ഉള്ളതോ ആയിട്ടുള്ള കോളമായിരിക്കും ഉപയോഗിക്കുക. When suspended in aqueous solution, the charged group of the matrix will be surrounded by lots of opposite charge. ഇങ്ങനെ ഒരു ചാർജ്ഡ് ഗ്രൂപ്പുള്ള ഒരു കോളം ഒരു അക്വസ് സൊല്യൂഷനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആക്വസ് സൊല്യൂഷനകത്തുള്ള മിക്സറുകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഓപ്പോസിറ്റ് ചാർജുള്ളവ എന്ത് ചെയ്യപ്പെടുന്നു? ഒരു ക്ലൗഡായിട്ട് രൂപപ്പെടുന്നു. ഇതിനെ അയൺ ക്ലൗഡ് എന്നാണ് പറയുന്നത്. ഇൻ ദിസ് അയൺ ക്ലൗഡ് അയൺസ് ക്യാൻ ബി
reversibly exchanged without changing the nature and the properties of the മാട്രിക്സ്. മാട്രിക്സിന്, അതായത് നമ്മളൊരു അക്വ സൊല്യൂഷനകത്തേക്ക്, അക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറാണ്, ഒരു കോളം സ്ട്രക്ചറാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് സ്റ്റേഷനറി ഫേസ് ഉണ്ടാകും. ആ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ചാർജ്ഡ് ഗ്രൂപ്പുകളെയാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ചാർജ്ഡ് ഗ്രൂപ്പിനകത്തേക്ക് ഒരു വേർതിരിക്കപ്പെടേണ്ടുന്ന മാട്രിക്സ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഗേഷ്യസ് കമ്പോണൻറ്റ് നമ്മൾ അതിനകത്തേക്ക് കടത്തി വിടുമ്പോൾ ഓപ്പോസിറ്റ് ചാർജ്, നെഗറ്റീവ് ചാർജുള്ള അയൺ എക്സ്ചേഞ്ച് ആണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള പദാർത്ഥങ്ങളെ ആയിരിക്കും നമ്മൾ അവിടെ വേർതിരിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവ തമ്മിലുള്ള അട്രാക്ഷൻ നടന്നിട്ട് അയൺ ക്ലൗഡായിട്ടാണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ വേർതിരിക്കപ്പെടുന്നത്. ഇങ്ങനെ വേർതിരിക്കപ്പെടുമ്പോൾ പദാർത്ഥങ്ങളുടെ പ്രോപ്പർട്ടിയിലോ നേച്ചറിലോ ഒന്നും തന്നെ വ്യത്യാസം ഉണ്ടാകാതെ നമുക്ക് ഏത് പദാർത്ഥത്തെ, ഒരു മിക്സറിൽ നിന്നും ഏത് ചാർജുള്ള പദാർത്ഥത്തെയാണോ അതിനെ നമുക്ക് കൃത്യമായി അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫി വഴി വേർതിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ക്രൊമാറ്റോഗ്രാഫി എന്ന പാഠഭാഗത്തിലെ ബേസിക്, അടിസ്ഥാനപരമായിട്ട് ഉള്ള കാര്യങ്ങൾ ഉള്ളത്. ഇതിനുള്ളിൽ ഈ ക്ലാസ്സിൽ പലതരത്തിലുള്ള ക്രൊമാറ്റോഗ്രാഫിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് എന്താണ്, മൊബൈൽ ഫേസ് എന്താണ്, സ്റ്റേഷനറി ഫേസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടത് പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കാണ് ഡിഗ്രി ക്ലാസ്സിൽ നിങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കുന്നത്. ഇത് നമുക്ക് ഒരു 6ാമത്തെ സെമസ്റ്ററിൽ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന ടെക്നിക്ക് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കൂടിയുണ്ട്. അപ്പോൾ എന്താണ് RF വാല്യൂ, RF വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, RF വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായിട്ട് പഠിച്ചിരിക്കണം. RF വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു മിക്സറിനകത്ത് ഉള്ള ഒരു പദാർത്ഥം എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ റീടെൻഷൻ ഫാക്ടറിനെയാണ് RF വാല്യൂ എന്ന് പറയുന്നത്. RF വാല്യൂ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രാഫി എന്ന ചോദ്യം 4 മാർക്ക് ചോദ്യമായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന വിഷയമാണ്. പേപ്പർ ക്രൊമാറ്റോഗ്രാഫി essay ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായതുകൊണ്ട് അത് പ്രത്യേകം ക്ലാസ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കുകൾ, വിവിധ തരത്തിലുള്ള ടെക്നിക്കുകൾ, പ്രധാനമായിട്ടും അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫിയുടെ പ്രിൻസിപ്പിൾ 2 മാർക്കായിട്ട് ചോദിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് ചോദിക്കാനുണ്ട്. RF വാല്യൂ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രാഫിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന വിഷയം ചർച്ച ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.